ഹായ് ഹലോ ഫ്രണ്ട്സ്. ഇതാണ് കേട്ടോ നമ്മുടെ വയനാട് താന്നിയിലെ കുരിക്കഴിക്കുന്ന മാതാവിൻ്റെ പള്ളിയാണ് കേട്ടോ. അപ്പം അവിടത്തേക്ക് ഇന്ന് പെരുന്നാളാണ്. പെരുന്നാളായിട്ട് എങ്ങനെ അവിടെ ഒന്നൊന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മോളുമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അവിടെ കുരിക്കഴിക്കുന്ന മാതാവ് എന്ന പേര് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ സകല കുരുക്കുകളും മാതാവ് ഒഴിവാക്കി തരും കേട്ടോ. അനുഭവങ്ങൾ ഒരുപാടാണ്. അന്യദേശത്തു നിന്ന് പോലും ഒരുപാട് ആൾക്കാർ വന്ന് നിത്യേന തൊഴുത് പ്രാർത്ഥിച്ച് ഫലം കണ്ട് മടങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളൊക്കെ ഇത്രയും തൊട്ടടുത്ത് കിടക്കുകയാണെങ്കിലും നമുക്ക് സത്യം പറഞ്ഞാൽ പോകാൻ സമയമില്ല, അല്ലെങ്കിൽ മടി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ചെല്ലുമ്പോഴാണ്, നമ്മൾ ഓരോരുത്തരെ പരിചയപ്പെടുമ്പോഴാണ് അറിയുന്നത്. ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഈ ഒരു സ്ഥലത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ ഒരു മഹത്വത്തെക്കുറിച്ച് അറിഞ്ഞ് ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നുണ്ട്. നിത്യേന പ്രാർത്ഥനയും ജപവും എല്ലാം നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മനഃശാന്തിയാണ്. ഈ കാണുന്ന തീർത്ഥക്കുളമൊക്കെ ഇപ്പം കെട്ടിയതാണ് കേട്ടോ. ഈ അടുത്ത സമയത്ത് കെട്ടിയതാണ്. മുമ്പ് തീർത്ഥക്കുളമൊന്നും ഇല്ലായിരുന്നു. ബാക്ക് സൈഡ് കായലാണ്. അപ്പോൾ ആ കായൽ വരത്തോട്ട് നമുക്ക് ചെന്ന് നിൽക്കാൻ പറ്റിയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോഴാണ് അവിടെയൊക്കെ കെട്ടി തീർത്ഥക്കുളം പോലെയൊക്കെ കെട്ടിയേക്കുന്നത് കേട്ടോ. അന്ന് പ്രാർത്ഥിച്ച അതിശക്തമായ ഒരു സ്ഥലമാണ് കേട്ടോ. അതോ ബാക്കിലാണ് കായൽ. അപ്പം അങ്ങോട്ട് നമുക്ക് ചെറിയൊരു ഗേറ്റ് പോലെ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ ഇറങ്ങാം. അങ്ങോട്ട് ആരും ഇറങ്ങാറില്ല. അപ്പോൾ ഇത് മാതാകുളം എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചാൽ, നമ്മുടെ അമ്പലത്തിലേക്ക് പോലെ തന്നെ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം സാധിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. ഞാൻ ഇന്നേ വരെ വിളക്കൊന്നും വെച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. മുമ്പ് ചൊവ്വാഴ്ചയൊക്കെ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സി യു.